നമുക്ക് പറയാനുള്ളത് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഡയറക്ഷണൽ ഡെറിവേറ്റീവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ഗ്രേഡിയൻറ്റും ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഇതൊന്നും മാറിപ്പോകരുത്. എന്താണെന്നുള്ളത് ഡെഫിനിഷൻ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് നോക്കാം. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ലെറ്റ് phi of x y z be a scalar function defined in a region R and let P be any point in this region. The directional derivative of a scalar field phi at a point P in the direction of a unit vector A is given by dA phi equal to del phi dot A, that is equal to gradient phi dot A. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഗ്രേഡിയൻറ്റ് ഫൈ എന്ന് പറയുന്ന ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അത് ഒരു റീജിയനിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പി എന്ന് പറയുന്ന ഒരു പോയിന്റും ആ റീജിയനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഡിഫൈൻ ചെയ്യുന്നത് എന്ത്? ഈ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് നമ്മൾ സാധാരണ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കില്ലേ? അതായത് സാധാരണ ഡെറിവേറ്റീവ് ഇല്ലേ, അത് ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനിൽ കണ്ടുപിടിക്കുന്നതാണ്. ആ പോയിന്റിൻ്റെ ചുറ്റുമുള്ള ഡെറിവേറ്റീവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ വെക്ടർ. അത്രയേ ഉള്ളൂ കേട്ടോ. അതിനെയാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എ സ്കെലാർ ഫീൽഡ്, അതായത് ഫൈ എന്ന് പറയുന്ന ഒരു സ്കെലാർ ഫംഗ്ഷൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ് പറയുന്നത്. അറ്റ് എ പോയിന്റ് പിയിലാണ് പറയുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ എ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണം? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് പറയാൻ ഒരു സ്കെലാർ ഫംഗ്ഷൻ വേണം. ആ സ്കെലാർ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്ടർ എ അതും കൂടെ തന്നിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡെൽ ഫൈ ഡോട്ട് എ. അതായത് നമ്മൾ ആദ്യം ആ ഫൈയുടെ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടറുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ 2 റിസൾട്ടുകൾ പറയുന്നുണ്ട്. ഈ റിസൾട്ടിൻ്റെ ആസ്പദമാക്കി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇഫ് അറ്റ് എ പോയിന്റ് പി ദ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ നോട്ട് ദ സീറോ വെക്ടർ ഇറ്റ് ഹാസ് ദ ഡയറക്ഷൻ ഓഫ് മാക്സിമം ഇൻക്രീസ് ഓഫ് ഫൈ അറ്റ് പി. അതായത് നമ്മളിപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്തായാലും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മളൊരു പോയിന്റിൽ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് അത് സീറോ വെക്ടർ അല്ല നമുക്ക് കിട്ടിയത്. അതായത് സീറോ അല്ലാത്ത ഒരു നമ്പറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഒരു വെക്ടറാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്പറല്ല, വെക്ടറാണ് കിട്ടിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഈ ഫൈ എന്ന് പറയുന്നതിൻ്റെ മാക്സിമം, അതായത് അത്ര ഒരു മിനിറ്റ്, അതായത് ഇതിൻ്റെ ഫാസ്റ്റ് ഇൻക്രീസ് ആയിരിക്കും. അതായത് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ആയിരിക്കും ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുക. അത്രയേ ഉള്ളൂ. ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് പറയുന്ന നോൺ സീറോ ആണെങ്കിൽ അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഇൻക്രീസ് ഈ ഡയറക്ഷനിൽ മാക്സിമം ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി ലെറ്റ് എഫ് ബി എ ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷൻ ദാറ്റ് റെപ്രസെൻറ്റ്സ് എ സർഫസ് എസ് ഇസ് ഈക്വൽ ടു എസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സി. ദെൻ if the gradient of f at a point p of s is not the zero vector, it is a normal vector of s at p. ഇനി എഫ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ സ്കെലാർ ഫംഗ്ഷനാണ്. എഫ് എന്ന് പറയുന്ന ഒരു സ്കെലാർ ഫംഗ്ഷനാണ്. അതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ പി എന്ന് പറയും ഈ എസ്സിൽ ഉള്ള ഒരു പോയിൻ്റാണ് പി. ആ സർഫസിലെ ഒരു പോയിന്റിൽ നമ്മൾ ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുകയാണ്. ആ ഗ്രേഡിയൻറ്റ് സീറോ വെക്ടർ അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്ന വെക്ടർ അല്ലേ, ആ വെക്ടർ ആ ഒരു സർഫസിന് നോർമൽ ആയിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, 2-3 പ്രോബ്ലം ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Find directional derivative of the function two xy plus z square in the direction of the vector I plus
2j plus 2k at the point 1 minus 1 3. Find the directional derivative of a function 2xy plus z square in the direction of the vector I plus 2j plus 2k at the point 1 minus 1 3. നമുക്കറിയാം the directional derivative of a function phi, the directional derivative അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതൊന്നുമില്ല കേട്ടോ. ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നുമില്ല എന്നല്ല, ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? ഗ്രേഡിയൻറ്റ് ഫൈ ഡോട്ട് എ അല്ലേ. ഈ എ എന്ന് പറയുന്ന ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ എന്നുള്ളതാണ് പറയുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫൈ ആണ് ഈ ഫംഗ്ഷൻ. ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ആര്? 2xy പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ഇനി എ എന്ന് പറയുന്ന വെക്റ്ററാണ് ആര്? എ എന്ന് പറയുന്നതാണ് I പ്ലസ് 2j പ്ലസ് 2k എന്ന് പറയുന്നത്. പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? എ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന വെക്റ്റർ I പ്ലസ് 2j പ്ലസ് 2j പ്ലസ് 2k എന്ന് ഞാൻ എ എന്ന് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ എ എന്ന് പഠിച്ചിരിക്കുന്നത് യൂണിറ്റ് വെക്റ്ററാണ്. ഞാൻ ഇതിനൊരു വി എന്ന് കൊടുക്കുന്നു. വി എന്ന് പറയുന്ന വെക്റ്റർ വന്നിട്ടുണ്ട് I പ്ലസ് 2j പ്ലസ് 2k. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു, അതിനെയാണ് ഞാൻ എ എന്ന് പറയുന്നത്, I പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് I പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ റൂട്ട് 9. റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 വരും. നമ്മൾ ആൻസർ വരുന്നത് I പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇനി നമുക്ക് അപ്പം നമ്മൾ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചു, എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഗ്രേഡ് 5 വേണം. ഗ്രേഡ് 5 കണ്ടുപിടിക്കാനുള്ളത് ഓർമ്മയുണ്ടല്ലോ. ഡോ 5 ബൈ ഡോ എക്സ് ആദ്യം കണ്ടുപിടിച്ചു ഞാൻ. ഡോ 5 ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2y. ഡോ 5 ബൈ ഡോ y കണ്ടുപിടിക്കുക. ഡോ 5 ബൈ ഡോ y എന്ന് പറഞ്ഞാൽ 2x. ദെൻ ഡോ 5 ബൈ ഡോ z. ഡോ 5 ബൈ ഡോ z എന്ന് പറഞ്ഞാൽ z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2z. ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസൾട്ട് ഗ്രേഡിയൻറ്റ് ഫൈ ഡോട്ട് എ. ഇവിടെ ഗ്രേഡിയൻറ്റ് ഫൈയും കൂടെ എഴുതാണ്. ഗ്രേഡിയൻറ്റ് ഫൈ ഈക്വൽ ടു അറിയാമല്ലോ നമുക്ക് ഡോ 5 ബൈ ഡോ എക്സ് ഐ പ്ലസ്, അതായത് 2y പ്ലസ് 2xj പ്ലസ് 2zk. ഇനി ഇത് നമുക്ക് എവിടെയും കൂടെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ പോയിന്റിലാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതോട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഗ്രേഡിയൻറ്റ് ഫൈ കണ്ടുപിടിച്ചു, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ പോയിന്റ്. ഏത് പോയിന്റിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? അറ്റ് ദ പോയിന്റ് 1 മൈനസ് 1 3. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻറ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നത് ആ പോയിന്റിൽ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു മൈനസ് 1 i പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു ജെ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു കെ. ഇപ്പോൾ കിട്ടുന്നത് മൈനസ് 2i പ്ലസ് 2j പ്ലസ് 6k. ഓക്കെ, ഇനി നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ യൂണിറ്റ് വെക്റ്റർ എ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഗ്രേഡ് ഫൈ ഡോട്ട് എ. ദെൻ ഗ്രേഡ് ഫൈ നമ്മൾ കണ്ടുപിടിച്ചു അറ്റ് ദിസ് പോയിന്റ്. ദെൻ മൈനസ് 2i പ്ലസ് 2j പ്ലസ് 6k. പിന്നെ എ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിച്ച് വെച്ചത്? ഇങ്ങനെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് I പ്ലസ് 2j പ്ലസ് 2k ഡിവൈഡഡ് ബൈ 3. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് എടുത്ത് നോക്കാം. നമുക്ക് കിട്ടുന്നത് മൈനസ് 2 ഇൻറ്റു, ഇവിടെ ഞാൻ I ബൈ 3 2 ബൈ 3 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ 1 ബൈ 3 പ്ലസ് ഇവിടെ 2 ഇൻറ്റു 2 ബൈ 3 പ്ലസ് ഇവിടെ അഗെയിൻ 6 ഇൻറ്റു 2 ബൈ 3 എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 ബൈ 3 പ്ലസ് 4 ബൈ 3 പ്ലസ് 6 ഇൻറ്റു 2 12 ബൈ 3. നമുക്ക് കിട്ടുന്ന ആൻസർ 14 ബൈ 3. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു സ്കെലാർ ഫംഗ്ഷൻ ഫൈ തന്നിട്ടുണ്ടാവും, ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ വെക്റ്റർ തന്നിട്ടുണ്ടാവും. ഇപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ആ വെക്റ്റർ യൂണിറ്റ് വെക്റ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. യൂണിറ്റ് വെക്റ്റർ അല്ലെങ്കിൽ അതിനെ യൂണിറ്റ് വെക്റ്റർ ആയിട്ട് എഴുതണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഡി എ ഫൈയുടെ ഇക്വേഷൻ എഴുതാം. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഫൈ ഡോട്ട് എ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രേഡ് ഫൈ കണ്ടുപിടിക്കുക, അറ്റ് ദാറ്റ് പോയിന്റിൽ കണ്ടുപിടിക്കുക. എ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ എഴുതാം, എന്നിട്ട് രണ്ടിൻ്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. സോ നമുക്ക് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കിട്ടും കേട്ടോ. ഈസിയാണ് ഇതൊക്കെ, നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് and direction of the greatest rate of change u equal to x y z square at 103. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ യു ഈക്വൽ ടു എക്സ് വൈ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ 103 എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഏറ്റവും ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്നത് എപ്പോഴാണ്, ഇൻക്രീസ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഗ്രേറ്റസ്റ്റ് ആവുന്നത് എപ്പോഴാണ്, അത് ഡെൽ ഫൈയുടെ ഡയറക്ഷനിലാണ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് ഫൈൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് അതെന്ത് വേണം, ഗ്രേഡിയൻറ്റ് ഫൈ നോൺ സീറോ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രേഡിയൻറ്റ് ഫൈ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് ആ ഗ്രേഡിയൻറ്റ് ഫൈ തന്നിരിക്കുന്ന പോയിന്റിൽ കണ്ടുപിടിക്കുക, അത് സീറോ ആണോ, സീറോ വെക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ യു ഈക്വൽ ടു എക്സ് വൈ സെഡ് സ്ക്വയർ. അപ്പോൾ നമ്മളോട് ഫൈക്ക് പകരം യു ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻറ്റ് ഫൈൻ്റെ ഇക്വേഷൻ അറിയാലോ, എന്താണ്, ഡോ യു ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് കെ അല്ലേ. നമുക്ക് ആദ്യം ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ് വൈ സെഡ് സ്ക്വയർ ആണ്, സോ വൈ സെഡ് സ്ക്വയർ എന്ന് വരും. ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കാം, എക്സ് സെഡ് സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ സെഡ് കണ്ടുപിടിക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈ ടു സെഡ് എന്ന് വരും. ഇതിനൊന്ന് വൃത്തിക്ക് എഴുതാം, 2xy z എന്ന് വരും. ഇത് നമ്മൾ ഗ്രേഡിയൻറ്റ് ഫൈ എഴുതുകയാണ്. ഗ്രേഡിയൻറ്റ് ഫൈ ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സിന് പകരം നമ്മൾ വൈ സെഡ് സ്ക്വയർ ഐ പ്ലസ് ഡോ യു ബൈ ഡോ വൈക്ക് പകരം എക്സ് സെഡ് സ്ക്വയർ ജെ പ്ലസ് ഇതിന് പകരം 2xy z k എന്ന് എഴുതി. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റ് ദ പോയിൻറ്റ്, ഏത് പോയിന്റിലാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, 103. അപ്പോൾ നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് ഫൈ അറ്റ് 15 അല്ല കേട്ടോ, യു ആണേ. അപ്പോൾ നമ്മൾ 103 എന്ന് പറയുന്ന പോയിന്റ് എഴുതാൻ, എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 0യും സെഡ് ഈക്വൽ ടു 3യും ആണ്. അപ്പോൾ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് യൂസ് ഈക്വൽ ടു എന്താ കിട്ടുക, വൈ 0 ആണ്. അപ്പോൾ 0i പ്ലസ് ഇവിടെ നമുക്ക് 1 × 3 സ്ക്വയർ ജെ പ്ലസ് ഇവിടെയും വൈ ഉണ്ട്, അതുകൊണ്ട് 0k എന്ന് കിട്ടും. ദറ്റ് ഈസ് ഈക്വൽ ടു 9j എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 9jയുടെ ഡയറക്ഷനിലാണ് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്നത്. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടെ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ മോഡുലസ് ഓഫ് ഡെൽ യു ചെയ്യാം, അതായത് ഡെൽ യു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √9² എന്ന് വരും. ഇങ്ങനെ വരും, 0² പ്ലസ് 9² പ്ലസ് 0². ദാറ്റ് ഈസ് ഈക്വൽ ടു എഗെയിൻ 9 തന്നെ ആൻസർ വരും. അപ്പോൾ നമ്മളുടെ ഇത്ര ഇതുള്ളൂ, ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ചേഞ്ച് of u at 103 is in the direction of (9j) and magnitude is 9. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ, മനസ്സിലായിട്ടില്ലേ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാന്നേ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. ഫൈൻഡ് ദ യൂണിറ്റ് വെക്റ്റർ നോർമൽ ടു ദ സർഫസ്
ഇത് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ, പക്ഷേ കുട്ടികൾ ആൻസർ ചെയ്യുമ്പോഴേ തെറ്റിപ്പോവാറുണ്ട്. നോർമൽ ടു ദ സർഫസ് എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 7 അറ്റ് 1 മൈനസ് 1 2. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സർഫസാണ് തന്നിരിക്കുന്നത്, ഒരു സർഫസാണ് തന്നിരിക്കുന്നത്. ആ സർഫസിൻ്റെ ഉള്ളിലുള്ളൊരു പോയിൻ്റാണ് 1 മൈനസ് 1 2. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു വെക്ടർ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊരു സർഫസാണ്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഫംഗ്ഷനായിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ കണ്ടുപിടിക്കുക. അത് നോൺ സീറോ ആണെങ്കിൽ ആ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ എന്ന് പറയുന്നതാണ്, ആ പോയിന്റിലെ ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ കണ്ടുപിടിക്കുക. അത് നോൺ സീറോ വെക്ടർ ആണെങ്കിൽ അതാണ് നോർമലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ നീ തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 7 എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫൈ ആയിട്ട് എടുക്കേണ്ടത്, ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്ന സാധനം എക്സ് സ്ക്വയർ പ്ലസ് 2y സ്ക്വയർ പ്ലസ് z സ്ക്വയർ, അതായത് 7 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഈ ഒരു സാധനം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്രേഡ് ഫൈ കണ്ടുപിടിക്കാം. ഗ്രേഡ് ഫൈ കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് എന്തൊക്കെ വേണം? ഡോ ഫൈ ബൈ ഡോ എക്സ് വേണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. ഡോ ഫൈ ബൈ ഡോ വൈ വേണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 4y. അതുപോലെ തന്നെ ഡോ ഫൈ ബൈ ഡോ z വേണം, ഡോ ഫൈ ബൈ ഡോ z വേണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2z. ഇനി നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് ഫൈ എഴുതാമല്ലോ. ഗ്രേഡിയൻ്റ് ഓഫ് ഫൈയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ സെഡ് കെ, ഇതല്ലേ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2xi പ്ലസ് 4yj പ്ലസ് 2zk എന്നായി. ഇനി നമ്മളോട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ആ പോയിന്റിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആ പോയിന്റ് ഏതാണ്? അറ്റ് 1 മൈനസ് 1 2. ഈ പോയിന്റിലാണ് നമ്മളിത് 0 ആണോ ചെക്ക് ചെയ്യേണ്ടത്. ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു -1 ആൻഡ് സെഡ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഗ്രേഡിയൻറ്റ് ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ആ പോയിന്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് ഫൈ ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു -1 ഐൻ്റെ ജെ പ്ലസ് 2 ഇൻറ്റു 2k. നമുക്ക് കിട്ടുന്നത് 2i മൈനസ് 4j പ്ലസ് 4k. അപ്പം നമുക്കിത് സീറോ വെക്ടർ ആണോ കിട്ടിയത്? അല്ല, ഇതൊരു സീറോ വെക്ടർ അല്ലേ കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് നോർമൽ വെക്ടർ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാം therefore the required unit normal vector is equal to എന്താണ്? 2i മൈനസ് 4j പ്ലസ് 4k ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇപ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഇത് ആൻസർ ആയിട്ട് നമുക്ക് 2i മൈനസ് 4j പ്ലസ് 4k ഡിവൈഡഡ് ബൈ 36 എന്ന് കിട്ടും. √36 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. അതിൽ എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 173 ഇഷ്ടംപോലെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഉണ്ട്. അതൊന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മാക്സിമം ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഗ്രേഡിയൻറ്റ് ഫൈൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഗ്രേഡിയൻറ്റ് ഫൈൻ്റെ ഡയറക്ഷനിലായിരിക്കും അത്. അപ്പോൾ നീ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് തന്നെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലുള്ള ഈ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിനക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നീ അതും ചോദിക്കണം. നമുക്ക് 2 ടോപ്പിക്കും കൂടി എടുക്കാനുണ്ട്, അതുകൂടെ എടുത്തിട്ട് നിർത്താം.